ഏറ്റവും പ്രധാനത്തോടുകൂടി ഞങ്ങൾ പരിഗണിച്ച മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. എപ്പോഴും അവസരം കിട്ടുമ്പോഴൊക്കെ പറയാറുണ്ട്, വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇത്ര വലിയ പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാവട്ടെ, ഭരണകൂടമാവട്ടെ, ഭരണ സംവിധാനങ്ങളാവട്ടെ, അവരൊക്കെയും ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ റിസൾട്ട് നമുക്ക് ആദ്യമേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം ഇത്രയാണ് ഇതിന്റെ ഗുണം എന്നറിയാൻ പറ്റും. ഉദാഹരണം, 2 ലക്ഷം രൂപയ്ക്ക് ഒരു റോഡ് ഉണ്ടാക്കാൻ വേണ്ടി ഏത് വാർഡിൽ കൊടുത്താലും അതിന്റെ ദൂരം ഒന്നായിരിക്കും. 1-ാം വാർഡിലുള്ള അതേ ദൂരെ 40-ാം വാർഡിൽ കിട്ടും. ഒരു 5 ലക്ഷം രൂപയ്ക്ക് കോൺക്രീറ്റ് ചെയ്യണം എന്നൊരു തീരുമാനം എടുത്ത് പാസ്സാക്കി കഴിഞ്ഞാൽ അതെല്ലാ വാർഡിലും അതിന്റെ നീളവും വീതിയും ഒന്നായിരിക്കും. പക്ഷെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഏത് രീതിയിൽ എന്ത് ഇടപെടൽ നടത്തിയാലും അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നതാണ് അൺപ്രഡിക്റ്റബിൾ ആണ്. അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന ഗുണഫലം, ഔട്ട്കം എന്ന് പറയുന്നത് വ്യാഖ്യാനിക്കാനാവാത്തതാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഈ കുട്ടികൾ പ്രതിഭകളായിട്ടുള്ള നമ്മുടെ കൊച്ചു മിടുക്കന്മാരും മിടുക്കുകളായിട്ടുള്ള ഈ കുട്ടികൾ, ഈ മക്കൾക്ക് ഇതുപോലെയുള്ള മത്സര പരീക്ഷകൾക്ക് ഇവരെ പര്യാപ്തരാക്കുക വഴി ഞാനിതിന് ഹെഡ്മാസ്റ്റർമാരുടെ യോഗം വിളിച്ചിരുന്നു. ഞങ്ങൾ ഹെഡ്മാസ്റ്ററോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജയിക്കാൻ സാധ്യതയുള്ള കുട്ടിയെ മാത്രം നിങ്ങൾ ഒരു കാരണവശാലും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂട്ടത്തിൽ കൊള്ളാവുന്ന പ്രാപ്തിയുള്ള കുട്ടികളെ പരീക്ഷയിൽ വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ഈസി ടാസ്ക്കാണ്. ഈ ഒരു രക്ഷയും ഒരു കുട്ടി ഒരു കാരണവശാലും ഈ എക്സാം ക്വാളിഫൈ ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കുട്ടിയാണെങ്കിലും അവനെ പരമാവധി പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾ ഈ പരീക്ഷയിലെ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയോ? ഒരു വർഷം ഒരു 2 ഉത്തരമെങ്കിലും, ഒരു 2 ക്വസ്റ്റ്യന്റെ ആൻസർ എങ്കിലും ആ കുട്ടി മത്സരത്തിൽ വിജയിച്ചില്ലെങ്കിലും ഈ പരീക്ഷ കാരണമായി പഠിച്ചാൽ 10 വർഷം കൊണ്ട് 20 ഉത്തരം ഈ കുട്ടി ഈ കാരണം കൊണ്ട് മാത്രം പഠിക്കും. ക്രമേണ ഇങ്ങനെ ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള സാഹചര്യത്തിന് വേണ്ടി അവൻ തയ്യാറെടുക്കുന്നത് ഗൗരവമായിട്ടാവട്ടെ അല്ലാത്തതാവട്ടെ, ഈ കുട്ടിയുടെ കോമ്പറ്റേറ്റീവ് എഡിജ് അഥവാ മത്സരക്ഷമത എന്ന് പറയുന്ന കോമ്പറ്റൻസിയെ വളർത്തിക്കൊണ്ടുവരുവാൻ ചെറിയ പ്രായത്തിലെ ഈ കുട്ടികളെ മത്സര പരീക്ഷയ്ക്ക് തയ്യാറാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രക്ഷിതാക്കളോട് ഇത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികൾ എത്തുകയാണ്. കേരളത്തിൽ ആദ്യമായാണ് ഇതുപോലെ വിജയം നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നത് വളരെ വലിയ ഉദ്ദേശമാണ്. ഓരോ സമയത്ത് വിജയിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞ വലിയൊരു കാര്യം. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, 4-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കും. ഒരു കാര്യത്തിൽ വിജയിക്കും. നമ്മുടെ മനസ്സിൽ തന്നെ, നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലുണ്ടാകും, മറ്റുള്ള കുട്ടികളെക്കാളും നമ്മൾ കുറച്ച് മെച്ചപ്പെട്ടവരാണ്. അങ്ങനെ മെച്ചപ്പെട്ടവരാണെന്നുള്ളൊരു വിചാരം മനസ്സിലോട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് മാതൃകായ രീതിയിലുള്ള ആ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രത്യേകം ലക്ഷ്യമുണ്ടാകും. എവിടെ എത്തണം? കൃത്യമായിട്ടുള്ള ലക്ഷ്യം. ജീവിതത്തിൽ ആരായി തീരണം, ഏത് മേഖലയിൽ എത്തിച്ചേരണം, ഏത് മേഖലയിൽ എത്തിച്ചേരാൻ സാധിക്കും. നമ്മുടെ മനുഷ്യശക്തി നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിക്കും. അത് മനുഷ്യന്റെ പ്രത്യേകത. അതിനുവേണ്ടിയുള്ള പ്രയത്നം വേണം. അത് ഏത് മേഖലയിൽ എത്തിച്ചേരാം. ചിലർക്ക് ഉദ്യോഗസ്ഥലത്തില് മെച്ചപ്പെട്ട രംഗങ്ങളിൽ എത്താനായിരിക്കാം ആഗ്രഹം. IAS, IPS വരാനാവാൻ ആഗ്രഹമുണ്ടാകും. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആഗ്രഹമുണ്ടാകും. സിനിമാ രംഗത്ത് നടന്നവർക്ക് രാഷ്ട്രീയ രംഗത്ത് വരാൻ, ഗായികന്മാരാകാൻ ആഗ്രഹമുണ്ടാകും. ആംഡ് ഫോഴ്സസിൽ ചേരാൻ ആഗ്രഹമുള്ളവരുണ്ടാകും. ചിലർക്ക് ഫൈറ്റർ, പൈലറ്റൊക്കെ ആവാനും ഒക്കെ ആയിരിക്കും ആഗ്രഹം. ഏതാഗ്രഹമാണ്. അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും.